Welcome back to Sinu's kitchen. Today we are going to be making mango ice cream. ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫുൾ ക്രീം ആയാലും മതി. ഇനി 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നല്ല പഴുത്ത മാങ്ങ. നല്ല പഴുത്ത മാങ്ങ തൊലിക്കളഞ്ഞിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കിയത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മാങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. നമുക്ക് 1 കപ്പ് മാംഗോ പ്യൂരിയാണ് വേണ്ടിയത്. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ബൗള് ഞാൻ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചു ഒന്ന് തണുപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കെന്നിട്ട് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. അതിനൊരു 5-6 മിനിറ്റ് എടുക്കും. അത്രയും നേരം നമ്മളിതിനെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കാൻ കാര്യം നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ചൂടായി ചിലപ്പോൾ അങ്ങ് ലൂസായി പോവും നമ്മുടെ വിപ്പിംഗ് ക്രീം. അപ്പോൾ അതൊഴിവാക്കാനായിട്ടാണ് നമ്മളിതിനെ ഫ്രീസറിൽ ഇച്ചിരി നേരം ഒന്ന് വെച്ച് നമ്മുടെ ഈ ബൗള് നമ്മളൊന്ന് തണുപ്പാക്കി എടുത്തത്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഫ്ലഫിയാ. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബീറ്റർ ഒന്ന് ഉയർത്തി നോക്കാമെങ്കിൽ നല്ല പീക്സ് ആയിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇത് റെഡിയാണ്. ഈ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. നമുക്കിനിയും 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഇനിയും ഈ കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും 2 നന്നായിട്ട് ഇളക്കാം. ഇതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ മാങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പോളം ഉണ്ട് നമ്മൾ മാങ്ങ അരച്ചത്. ആ മാംഗോ പ്യൂരി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ മാങ്ങായും കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടെ നമ്മളൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്താൽ മതി. ഇപ്പം മാങ്ങ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടാണോ അത് ഇതുപോലെ ഒന്ന് അരച്ച് ചേർത്താൽ മതി. ഇനിയിപ്പം ഒരു ഫ്രൂട്ടും കയ്യിലില്ലെങ്കിലോ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കും മിക്സ് ചെയ്തതിനകത്തേക്ക് അല്പം വാനില എസൻസും കൂടെ ചേർത്താൽ അത് വാനില ഐസ്ക്രീമായിട്ട് തീരും. ഇപ്പോൾ ഈ പരുവത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് ഒരു ബോക്സിലേക്ക് മാറ്റണം. ഒരു അടപ്പുള്ള ബോക്സ് വേണം നമുക്ക് എടുക്കാൻ. നന്നായിട്ട് ടൈറ്റായിട്ട് ഇത് അടഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ബോക്സിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഐസ്ക്രീം മിശ്രിതം മാറ്റി ഒഴിക്കാം. ഇനി ഇതിൻ്റെ പുറത്തൂടെ നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് ഇതിനെ അടച്ചു വയ്ക്കാനായിട്ട്. ഇനിയും നമുക്ക് ഇതിനെ ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസറിൽ വെക്കണം. എന്നാലേ അത് സെറ്റ് ആവത്തുള്ളൂ. കുറച്ചും കൂടെ നേരെ ഇരുന്നാൽ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം.
നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഐസ്ക്രീം നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമി ടേസ്റ്റുമാണ് അതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കാണേലും വളരെ സന്തോഷമായിരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ. കുറച്ച് പഴുത്ത മാങ്ങ അരിഞ്ഞ ചെറിയ പീസും കൂടെ ചേർത്ത് ഇത് കഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും. അല്ലാതെ വേണേലും നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ഐസ്ക്രീമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. Thank you for watching. Take care and bye bye.